വലിയ നോമ്പിലെ 28-ാം ദിവസം. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുവചനം. ഈശോയുടെ ജീവിതത്തിലെ വളരെ മാനുഷികമായ ഒരു നിമിഷം. നിരവധി ആളുകളെ സുഖപ്പെടുത്തുകയും രാത്രി മുഴുവൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ശേഷം അതിരാവിലെ ഈശോ ഒരു വിജനസ്ഥലത്തേക്ക് പോകുകയാണ്. തിരക്കിൻ്റെ ഓളങ്ങളിൽ നിന്ന് നിശബ്ദതയും ഏകാന്തതയും തേടുന്ന ഈശോ, ദൈവപുത്രൻ പോലും ജനക്കൂട്ടത്തിൽ നിന്നും മാറി ഒറ്റയ്ക്കിരിക്കാൻ സമയം കണ്ടെത്തുന്നു. ഒടുവിൽ ആളുകൾ അവനെ കണ്ടെത്തി. അവൻ തങ്ങളുടെ ദേശം വിട്ടുപോകുന്നത് തടയാൻ അവർ ശ്രമിക്കുകയാണ്. ഈശോ നൽകിയ രോഗശാന്തിയും അവൻ്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചതിനാൽ അവൻ അവിടെ തന്നെ തുടരണമെന്ന് അവരാഗ്രഹിക്കുന്നു. എന്നാൽ ഈശോ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചെറിയ സുവിശേഷ ഭാഗം നമ്മുടെ നോമ്പുകാല യാത്രയ്ക്ക് 2 പ്രധാന പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം. തിരക്കേറിയ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഈശോ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങി. ഈശോയ്ക്ക് പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും സമയം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കത് എത്രത്തോളം ആവശ്യമാണ്. നോമ്പുകാലം ദൈവത്തോടൊപ്പമായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടം കണ്ടെത്താൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും നമ്മുടെ അധ്വാനത്തിൻ്റെ തിരക്കുകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറി അവൻ്റെ സ്വരം മാത്രം കേൾക്കാൻ കഴിയണം. നമ്മുടെ ആത്മാവിന് ആവശ്യമായ നിശബ്ദത നൽകുന്ന, ദൈവത്തെ കേൾക്കാൻ കഴിയുന്ന ഒരു മരുഭൂമി സ്ഥലം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നുണ്ടോ? രണ്ടാമതായി, ഈശോയ്ക്ക് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടായിരുന്നതായി സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ ശുശ്രൂഷയെ ഒട്ടനേകം വിലമതിച്ച സ്ഥലം, അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തിന് ഏറ്റവും സുഖകരമായ ഒരു സ്ഥലം, അവിടെ അവൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യം എല്ലായിടങ്ങളിലും പ്രസംഗിക്കാനാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ തൻ്റെ യാത്ര തുടരുകയാണ്. നമ്മുടെ ദൗത്യവും ഇതുതന്നെയാണ്. നമ്മുടെ വിശ്വാസം സൗകര്യപ്രദമായിരിക്കാനോ സുഖകരമായിരിക്കാനോ മറച്ചു വയ്ക്കാനോ ഒന്നും ഉള്ളതല്ലെന്ന് ഈ നോമ്പുകാലം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടൊപ്പം നാം പ്രാർത്ഥനയിൽ വ്യാപൃതരാകുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കുകയും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സമീപനങ്ങളിലൂടെയും ഒക്കെ സുവിശേഷം ജീവിക്കുവാൻ നമ്മെ അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയാം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതെ, ഈശോയുടെ സന്നിധിയോട് ചേർന്നിരിക്കുക, അവൻ്റെ ശക്തി സ്വീകരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിലൂടെ തുടർന്നും ചെയ്യുക. ഈശോയുടെ ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കാം. ശക്തനാക്കുന്ന ദൈവത്തോടൊപ്പമുള്ള നിശബ്ദവാസം, ലോകത്തിനായുള്ള എൻ്റെ ദൗത്യം, ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തവും വ്യക്തവും സജീവവുമായി തീരുന്നു.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.